നമസ്കാരം. പിച്ച് റിപ്പോർട്ടിൽ ഇന്ന് റവന്യൂ മന്ത്രി കെ രാജനാണ്. അദ്ദേഹം ഈ മന്ത്രിസഭയെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെക്കുറിച്ചും CPIയുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പറയും. ഈ കഴിഞ്ഞ ദിവസമാണ് വയനാട് ടൗൺഷിപ്പ് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ആശ്വാസമായ ടൗൺഷിപ്പിൻ്റെ ആദ്യത്തെ ഘട്ടം റിലീസ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായും വലിയ വൈകാരിക പ്രകടനങ്ങൾ അവിടെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു മന്ത്രി അത്രയും വികാരാധീനനായി ഉണ്ടാകുന്ന ഒരു പബ്ലിക് ഫംഗ്ഷൻ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കണ്ടതിൽ എങ്ങനെയാണ്? ഒരു സംതൃപ്തി നൽകുന്ന വേളയാണോ? സംതൃപ്തിയുണ്ട്. കാരണം ഈ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ പുനരധിവാസത്തിനൊരു നഗരം എന്ന ആശയം വരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഇനി പലായനങ്ങൾ സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ പുത്തുമലയും ചൂരൽമലയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് നഷ്ടപ്പെട്ടവരല്ലാത്തവർക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊരാശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിവര, ഇത് രണ്ടും കൂടിയായപ്പോൾ ഒരു നഗരം എന്ന ആശയത്തിലേക്ക് പോയി. നഗരത്തിലേക്ക് കടക്കാനും അതിനെ കൂട്ടിയോജിപ്പിക്കാനും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. സത്യത്തിൽ 178 കുടുംബങ്ങൾക്കാണ് ആദ്യം നൽകുന്നതെങ്കിലും ഞങ്ങൾ ഏറ്റവും ആധികാരികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാലവർഷത്തിൻ്റെ ആദ്യ തുള്ളി വയനാട്ടിൽ പതിക്കുന്നതിന് മുമ്പേ വീടുകളെല്ലാം പൂർത്തിയാകും. ഇടക്കാലത്തുള്ള വലിയ മഴ സ്വാഭാവികമായിട്ടും ഭൂമി ഏറ്റെടുത്തത് 61 ദിവസത്തിന് 64ാമത്തെ ദിവസം ഭൂമി ഏറ്റെടുത്തു. പക്ഷേ അതിൻ്റെ വ്യവഹാരങ്ങളിൽ ഏതാണ്ട് 6 മാസക്കാലത്തോളം ഉണ്ടായിട്ടുള്ള നഷ്ടം, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു കാലാവസ്ഥയ്ക്കകത്ത് ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. പക്ഷേ ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഏതാണ്ട് ആ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരെല്ലാവരുമായി, അവരുടെ കുടുംബങ്ങളെല്ലാവരുമായി സത്യത്തിലൊരു വലിയ ആത്മബന്ധം അതിനൊക്കെ ശേഷം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരിൽ മഹാഭൂരിപക്ഷം പേരും എന്നെ 1 തവണയോ 2 തവണയോ 3 തവണയോ കാണുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പഴയ ഓർമ്മകളിലേക്ക് അവർ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനാണല്ലോ, വികാരങ്ങളുള്ള മനുഷ്യൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ചൂരൽമലയിൽ ഈ അപകടം നടന്നതിൻ്റെ 2ാമത്തെ ദിവസം, അന്ന് ബെയിലി പാലം വന്നിട്ടില്ല, ആ മൺതിട്ടയിൽ നിൽക്കുമ്പോൾ ഞാനും മന്ത്രിയും ഉണ്ടായിരുന്നു. ആ നിൽക്കുമ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ഈ ഹിറ്റാച്ചികൾ പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ നോക്കൂ, ഹിറ്റാച്ചികൾ ഇതൊന്നല്ല, നിരവധി അപ്പുറത്തേക്ക് പോവാണ്. ദുരിതാശ്വാസ നടപടികൾ ഇനി ത്വരിതഗതിയിലാവും എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റ് മുതൽ അവിടെ ഉണ്ട്. ആ ദുരിതത്തെ ഒരർത്ഥത്തിൽ വയനാട് മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ ആശ്വാസത്തോടെ, സന്തോഷത്തോടെ എന്ന് ഞാൻ പറയില്ല, ആശ്വാസത്തോടെ അവരുടെ വീടുകളിൽ 178 കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ദുരിതത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തു എന്നൊരു ആശ്വാസമുണ്ട്. ഉറപ്പായിട്ടും 2024 ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ ഉരുളുപൊട്ടി. നേരെ മിനിറ്റുകൾക്കകം KSTMAയിൽ പ്രവർത്തനം ആരംഭിച്ച് നേരെ ചോപ്പറിൽ അങ്ങോട്ട് പോയി. അന്ന് ഉച്ച 1 മണി മുതൽ ഞങ്ങൾ മന്ത്രിമാരെല്ലാവരും അവിടെ അന്ന് വിന്യസിപ്പിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ രൗദ്രയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നപ്പുഴയുടെ അപ്പുറത്ത് മുണ്ടക്കൈ, എട്ടാമല, ആറാമല ഒക്കെയുള്ള പ്രദേശത്ത് 512 മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് മാത്രമല്ല, അവർ കുടുങ്ങിക്കിടക്കുന്നത് മൃതശരീരങ്ങളുടെ നടുവിലാണ്. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ച് പറഞ്ഞത്, കാല് വയ്ക്കുന്നിടത്തെല്ലാം അവയവങ്ങളുടെ അവശിഷ്ടങ്ങളാണ്, ചവിട്ടിയാൽ ചളിയിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തും. അങ്ങനെ ഒരു ഘട്ടത്തിൽ പുന്നപ്പുഴയുടെ പുറത്തേക്ക് അവരെ കൊണ്ടുവരിക എന്ന പ്രയത്നം ജൂലൈ 30-ന് 7:30 മണിക്കുള്ളിൽ പൂർത്തീകരിക്കാനായി എന്ന ആദ്യ വിജയം മുതൽ അഭിലാഷിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യൻ തെരഞ്ഞിട്ടും തീരാതെ സൂചിപ്പാറക്കൊക്കെ പോലെ മനുഷ്യന് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൊണ്ടുപോയി മണപ്പിച്ചു പോലും മനുഷ്യാവശിഷ്ടങ്ങൾ പിടിക്കേണ്ടി വന്ന ഒരിടമാണിത്. അപ്പം അതുകൊണ്ട് അന്ന് മുതൽ ആരംഭിക്കപ്പെട്ട ഒരു ആത്മബന്ധം സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. നിരവധി വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, അപവാദങ്ങൾ, ആക്ഷേപങ്ങൾ, അപസർപ്പക കഥകൾ, അതൊക്കെ ഉൾപ്പെടെ ദുരന്ത സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അന്നു മുതൽ ഇന്നേ വരെ സർക്കാർ വിതരണം ചെയ്തിട്ടില്ലാത്ത ബ്രെഡ് പൂത്ത കഥ ആരംഭിക്കുന്നത്. ബ്രെഡ് പൂക്കാൻ ഞങ്ങൾ ബ്രെഡ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ബ്രെഡ് നിങ്ങൾ കൊടുത്തില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് അത്ഭുതപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ പെട്ടെന്നങ്ങ് നാട്ടിൽ പ്രചരിച്ചു, ബ്രെഡ് ഒരു ഘട്ടത്തിലും കൊടുത്തിട്ടില്ല. അതുമുതൽ ഇതുവരെ വളരെ ഭീകരമായ വിധത്തിൽ ആക്രമിക്കുന്നത് ഞങ്ങളെയാണെങ്കിലും ആശങ്കപ്പെട്ടിരുന്നത് ദുരന്തബാധിതരാണ്. കോടതി വിധി പ്രശ്നമാകും, അവിടെ കല്ലിട്ടാലും തുടങ്ങില്ല, കല്ലിട്ട് അങ്ങനെ പോകും, അങ്ങനെ തുടങ്ങി അവസാന ഘട്ടം വരെ പലരും ചോദിച്ചല്ലോ, കിട്ടിയ 700 ചില്ലാനം കോടി രൂപ കാൽക്കുലേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് ആളുകളുടെ കയ്യിലങ്ങ് കൊടുത്താൽ പോരെ, കൊടുത്താൽ ഞങ്ങൾക്ക് എളുപ്പം രക്ഷപ്പെടാമായിരുന്നു.
സെപ്റ്റംബർ മാസത്തിൽ തന്നെ പണി അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ തീരുന്നൊരു പണിയല്ല അവിടെ. അങ്ങനെ ഒറ്റപ്പെടുത്തി പോകേണ്ടവരല്ല അവിടുത്തെ ആളുകൾ. വയനാട്ടിൽ പ്ലാന്റേഷൻ ഭൂമിയാണ് അധികവും. അത് മുറിച്ചു പിടിക്കാൻ പാടില്ല, നിയമമാണ്. അങ്ങനെ നാം എത്ര ലക്ഷം രൂപ കൊടുത്താലും 1 കോടി രൂപ കൊടുത്താലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒറ്റപ്പെട്ടവരായി പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുമായിരുന്നൊരു ജനതയെ ഒരു കൂരയ്ക്ക് കീഴിലേക്കോ ഒരു തണലിൻ്റെ കീഴിലേക്കോ ഒരു നഗരത്തിൻ്റെ കീഴിലേക്കോ കൊണ്ടുവന്നു എന്നുള്ളത് ലോകം ശ്രദ്ധിച്ചൊരു പുനരധിവാസ പ്രവർത്തനമാണ് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. മുൻപരിചയങ്ങളില്ലാത്ത, മുന്നനുഭവങ്ങളില്ലാത്ത, ആർക്കൈവേഴ്സുകളിൽ രേഖകൾ പോലുമില്ലാത്ത ഒരു പുതിയ പാഠം കേരളം, മലയാളി എല്ലാവരും ഒരുമിച്ചായി രാഷ്ട്രീയത്തിനപ്പുറത്ത് പഠിച്ചു തുടങ്ങുകയായിരുന്നു. അല്ല, എല്ലാവരും ഒരുമിച്ച ഒരു വേളയാണല്ലോ. എല്ലാ സംഘടനകളുടെയും യുവജന സംഘടനകളും മറ്റുമൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നു, ദുരിതാശ്വാസത്തിന് വന്നു, ഭക്ഷണം വിതരണം ചെയ്യാൻ വന്നു, പലരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വന്തമായി വീട് പണിത് കൊടുത്തു, കോൺഗ്രസിൻ്റെ അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വേളയിൽ ഞങ്ങൾ കല്ലിട്ട് പോകാൻ വന്നവരായിരുന്നില്ല എന്ന് പറയേണ്ടിയിരുന്നോ? തീർച്ചയായിട്ടും ആ വാചകത്തെ തെറ്റായി ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. ഒറ്റ പ്രശ്നമേ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. മാർച്ച് 27-ാം തീയതി, അതായത് ഒക്ടോബർ 4-ാം തീയതി ഏറ്റെടുത്ത ഭൂമി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ തുടർച്ചയായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 27-ന് ഞങ്ങൾ തറക്കല്ലിട്ടപ്പോഴും ഈ ഇട്ട തറക്കല്ല് പൂക്കാൻ പോകുന്നില്ല, ഈ ഇട്ട തറക്കല്ല് ഇനി മുളയ്ക്കാൻ പോകുന്നില്ല എന്നത് സംബന്ധിച്ച വ്യാപകമായ, ഞാൻ ഒരാളെയും ഉദ്ദേശിച്ചല്ല. അഭിലാഷ് നോക്കിയാൽ അറിയാം, വയനാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം, ആ ജൂലൈ 30 മുതൽ ഇന്നേ വരെ ഞങ്ങൾക്കെതിരെ എത്ര ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ 4 മന്ത്രിമാർ സബ് കമ്മിറ്റിക്കാരായി അവിടെ വന്നിട്ട് ആദ്യ ദിവസം പടവും എടുത്ത് പോയതാണ്, പിന്നെ ഇതുവരെ വന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചില്ലേ? അഭിലാഷ് നോക്കിക്കോ, ഒരിടത്തും ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിന് മറുപടി അവിടെ തേയിലച്ചെടികൾക്കിടയിൽ വലിച്ചെടുത്ത് ബാക്കി നിൽക്കുന്ന മണ്ണിനോട് ചോദിച്ചാൽ അറിയാം ഞങ്ങളുടെ പാദസ്പർശം എങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മറുപടി പറഞ്ഞില്ല, ഒരു ഘട്ടത്തിലും ആർക്കും മറുപടി പറയുന്നതല്ല. ഒരു കാര്യം ഉറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു, ഞാൻ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. ജൂലൈ 30 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ അനുഭവങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, അങ്ങനെ കല്ലിട്ടിട്ടും ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പ്രവചിക്കപ്പെട്ടൊരു കാലത്തെക്കുറിച്ച് ഓർമ്മയിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ കല്ലിട്ട് പോകുന്നവരല്ല. കല്ലിട്ടാൽ അതിൻ്റെ മീതെ കല്ല് വയ്ക്കും, കല്ല് കൂട്ടിച്ചേർക്കും, അത് വീടായി മാറും. അത് ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അപവാദ ശരങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടാകുന്ന ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യണ്ട. തീർച്ചയായും റവന്യൂ മന്ത്രിയായിട്ട് 5 വർഷം പൂർത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വകുപ്പാണ്. കാരണം വിവാദങ്ങളൊക്കെ വരാൻ കാരണം ഭൂമി എന്ന് പറയുന്നത് പലപ്പോഴും പ്രത്യേകിച്ച് ചില ജില്ലകളിലെങ്കിലും വിവാദ വിഷയമാണ്. 5 കൊല്ലത്തെ റവന്യൂ മന്ത്രി പദം എങ്ങനെ ഉണ്ടായിരുന്നു? സാറ്റിസ്ഫാക്ടറി ആണോ? സ്വാഭാവികമായിട്ടും വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അഭിലാഷ് പറഞ്ഞതുപോലെ കഠിനമായ ജോലിയാണ് ഞങ്ങൾ ഈ കാലത്ത് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പുതുമകളുടെ ഒരുപാട് അവതരണങ്ങളുണ്ടായ ഒരു കാലമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ 4,16,678 പട്ടയങ്ങൾ. SIR-ഉം 3-4 ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടും ഞങ്ങൾ അത്രമേൽ എത്തിച്ചേരാനുണ്ടായ കാരണം കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം പട്ടയ മിഷൻ രൂപീകരിച്ച് ഒരു മിഷൻ മോഡ് പ്രവർത്തനത്തിലേക്ക് കടന്ന് മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാർക്ക് വരെ പട്ടയമില്ലാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന പട്ടയ അസംബ്ലികൾ MLA-മാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് അതിന് നോഡൽ ഓഫീസർ ഉണ്ടാക്കി, പട്ടയ ഡാഷ്ബോർഡ് ഉണ്ടാക്കി. വിശദീകരിക്കല്ലേ ഞാൻ. നിലവിൽ ഇപ്പോൾ കൊടുത്ത പട്ടയങ്ങളിൽ 40-50 വർഷമായി സാങ്കേതികത്വങ്ങളിൽ കുരുങ്ങി നിയമവും ചട്ടവും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ചെകുത്താനം ഓടിപ്പിക്കുന്ന കുരിശു പോലെ അത് പിടിച്ച് പേടിപ്പിച്ചിരുന്ന ആളുകൾക്ക് ഭൂമി കൊടുക്കുകയാണ്. അരിപ്പ സമരം തീരുന്നു, പുനരൂർ പേപ്പർ മില്ല് കൊടുക്കുന്നു, മഞ്ചേരിയിലെ സത്രം ഭൂമി കൊടുക്കുന്നു, മുളാറയിലെ തർക്കം തീർക്കുന്നു, തെലുങ്കർ കോളനി കൊടുക്കുന്നു, പിന്നെ ഒളകര ആദിവാസികൾക്ക് 50 വർഷത്തിന് ശേഷം ഭൂമി കിട്ടുന്നു, പെരുമ്പട്ടിയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പെരുമ്പട്ടിയിൽ ഭൂമി കൊടുക്കുന്നു. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചതനുസരിച്ച് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ തീരത്ത് താമസിക്കുന്ന 2000-ഓളം വരുന്ന മനുഷ്യർക്ക് ഭൂമി, അവരുടെ കൈവശത്തിലുള്ള ഭൂമിക്ക് അവകാശം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ കേവലം രേഖകളല്ല, എത്രയോ വർഷങ്ങളായി പുറന്നു വീണ മണ്ണിൽ ആര് മന്ത്രിയായിട്ട് എന്ത് കാര്യം, മുഖ്യമന്ത്രിയായിട്ട് എന്ത് കാര്യം, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന 4,56,000 കുടുംബങ്ങളാണ് ആശ്വാസത്തിൻ്റെ തെളിനീര് കൊടുക്കാൻ. സർവേ അതുപോലെയാണ്,
ഡിജിറ്റലൈസേഷൻ, അതുപോലെ ഡിജിറ്റലൈസേഷനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായ മാറ്റം. അതെ തീർച്ചയായിട്ടും ഡിജിറ്റലൈസേഷൻ റവന്യൂ രംഗത്തെ ഒരു പുതിയ അത്ഭുതം. ഇപ്പോൾ ഫെബ്രുവരി 24 ഞങ്ങളൊരു റവന്യൂ കാർഡ് പുറത്തിറക്കി. പ്രാഥമികമായിട്ടാണ് ആ കാർഡ് പുറത്തിറക്കിയത്. അതിനി പടരണം. അതായത് അഭിലാഷിന് ഒരു തണ്ടപ്പേരുണ്ടെങ്കിൽ ആ തണ്ടപ്പേരുള്ള ഭൂമിയിലുള്ള എല്ലാ വിശദാംശങ്ങളുടെയും വ്യക്തിപരമായി നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റുകളുടെയും എല്ലാം ആകെ തുക ATM കാർഡിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കാർഡിലേക്ക് സന്നിവേശിപ്പിച്ച് അതിലെ QR കോഡും 10 അംഗ ഡിജിറ്റൽ നമ്പറും നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങളുടെ രേഖകൾ കൊടുക്കാനുള്ള വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബലം തരുന്ന ഒരു കൊച്ചു കാർഡ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. ഇപ്പോൾ രാഷ്ട്രീയം കൂടി സംസാരിച്ചാൽ സർക്കാർ മികച്ച പ്രകടനം നടത്തിയെന്ന് സ്വാഭാവികമായും മന്ത്രിമാർ അവകാശപ്പെടും, സർക്കാർ അവകാശപ്പെടും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഉണ്ടായത് LDFനെ സംബന്ധിച്ച്. സാധാരണ നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന മേൽക്കൈ ഇത്തവണ ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 10 കൊല്ലം ഭരിച്ച ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇനി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഉറപ്പായിട്ടും ആ പറയുന്ന വിധത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഉണ്ടായി എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ജില്ലകളിലും അത് കാണുമായിരുന്നു. എല്ലാ ജില്ലകളിലും ആ അളവിൽ കണ്ടില്ല. അപ്പം ഞാൻ വന്ന തൃശ്ശൂർ ജില്ല 30 ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ 21 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി വൃത്തിയുള്ള മേൽക്കൈ. 13 മണ്ഡലങ്ങളിൽ 12ലും വോട്ടിൻ്റെ കണക്കെടുത്ത് പഞ്ചായത്തിൽ പോയാൽ കൃത്യമായി കാണാൻ പറ്റുന്ന വിധത്തിലുള്ള മേൽക്കൈ ഇതുണ്ടാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ. അതെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ എറണാകുളത്തുണ്ടായത് ഭരണവിരുദ്ധ വികാരം മാത്രമാണെങ്കിൽ, ഭരണവിരുദ്ധ വികാരം 10 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനോട് ചില വിധത്തിലുള്ള അസ്വസ്ഥതകളും ചില വിധത്തിലുള്ള ലഭ്യമാകാത്ത പ്രശ്നങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകും. പക്ഷേ അതൊരു ഭരണവിരുദ്ധ വികാരമായി പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ 14 ജില്ലകളിലും അതുണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ നേരത്തെ നമുക്കുണ്ട്. CPIക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നിശ്ചയമായും ഒരു വിശകലനം ഉണ്ടാവുമല്ലോ. നേരത്തെ മതനിരപേക്ഷതയുടെ കാര്യം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഇടതുമുന്നണിയോട് അകലുന്നുണ്ടോ? അവർക്കൊരു അവിശ്വാസം വരുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ ചില സൂചനകളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കകൾ ബോധപൂർവം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തെ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാകും എന്ന വിശ്വാസമാണ് സ്വാഭാവികമായിട്ടുള്ളത്. മതന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ല. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സർക്കാരിനെതിരായി സംഘം ചേരുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും കൂട്ടി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ പണി ചെയ്യും. അത് എങ്ങനെ ദൂരീകരിക്കും? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന തോന്നൽ, അദ്ദേഹം പല പ്രസ്താവനകൾ നടത്തുന്നു, അതിന് ഭരണമുന്നണിയുടെ ഒരു തണലുണ്ട് എന്നൊരു തോന്നൽ വരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അത് ലഘൂകരിക്കുന്നു. ഇങ്ങനെ ഈ തരത്തിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകണോ എന്നുള്ള സംശയം ആർക്കും തോന്നും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള മതന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷം വരുന്നവരെയും ഒക്കെ ഒരുമിച്ച് കാണാനുള്ള കെൽപ്പുള്ള മതനിരപേക്ഷത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും ഓരോ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളെ പർവ്വതീകരിക്കാൻ ആളുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ പറയേണ്ട അഭിപ്രായം കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നാൽ മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതാണ്? ആ പ്രശ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളോടുള്ള നിലപാടുകളിൽ 2 പക്ഷത്തിൻ്റെയും വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മതന്യൂനപക്ഷങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ. ഈ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ അരക്ഷിതാവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മദർ സുപ്പീരിയറുമായിട്ട് എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഫഷണൽ എംഎയും ഒരു മദർ സുപ്പീരിയറുമായിട്ട് സംസാരിക്കാനിടയായി. അവർ കേരളത്തിന് പുറത്ത് അവരുടെ മഠങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് ഞങ്ങളോട് പറയുകയാണ്. ഇടത് ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് LDFനെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം കെട്ടുറപ്പുണ്ട്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാനൻ രാജേന്ദ്രൻ്റെ സമയത്ത് CPI കാണിച്ചിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനം ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകാതെ പോയിട്ടുണ്ടോ? പല വിവാദങ്ങൾ അങ്ങനെ ഉണ്ടായി. കാനൻ രാജേന്ദ്രൻ തന്നെ പറയാറുണ്ട്, കാനൻ രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സമീപനത്തിനെതിരായിട്ടോ
CPM എന്ന പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ടോ ഗവൺമെൻറ്റിനെതിരായോ എന്തെങ്കിലും പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒന്നാമത്തെ പേജിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുകയും എന്നാൽ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയം പറയേണ്ടടുത്ത് പറയുമ്പോൾ കാനം പുറകോട്ട് പോയി എന്ന് സ്വയം നിശ്ചയിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ധർമ്മം നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ടാകാം ഞങ്ങൾ ആ ഘട്ടത്തിലും ഈ ഘട്ടത്തിലും സംഘർഷരഹിതമായിരുന്നു. അതാണ് എൻ്റെ പോയിന്റ്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോഴും ഇപ്പോഴും സംഘർഷരഹിതമാണ്. അന്നും ഇന്നും യഥാർത്ഥത്തിൽ പറയാനുള്ളതെല്ലാം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ കടുപ്പിച്ചിട്ടുള്ള നിലപാടുകൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സുതാര്യമായി തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊക്കെ പൊതുവായിട്ടുള്ള ഐക്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ CPIക്കും CPMനും ഒക്കെ ഒരുമിച്ച് നയിക്കേണ്ടതും ഈ കാലത്തിന് കാത്തുവെക്കാവുന്നതുമായിട്ടുള്ളൊരു മുന്നണിയാണ് എന്ന തിരിച്ചറിവ് CPIക്ക് നന്നായിട്ടുണ്ട്. അല്ലേ, ഇതെന്ത് സർക്കാർ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ ബാനർ ഹെഡ്ലൈൻ ഒരേ വാചകമായി വരുന്നത് ഒരു അപൂർവ കാര്യമാണ്. അത് ഈ സമീപകാലത്താണ് സംഭവിച്ചത്. ഇതെന്ത് സർക്കാർ എന്ന് അദ്ദേഹം ചോദിച്ചത് 10 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ കുറിച്ചല്ല, ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്ന ആൾ പറഞ്ഞതിൽ ഒരു വാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അടർത്തിയെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അതിനേക്കാൾ കനത്തിലും അതിനേക്കാൾ ഗംഭീരമായിട്ടും ഗൗരവമായിട്ടും രാജ്യം നേരിടുന്ന എത്രയോ പ്രശ്നങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എല്ലാ പത്രങ്ങളുടെയും ഹെഡിങ് വാചകമായിട്ട് ഒരുമിച്ച് വരാത്തത്? അതിൽ ഞങ്ങൾക്കെതിരായൊന്നും പറയുന്നില്ല. പ്രധാന ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ വാർത്ത വരാനില്ലല്ലോ. അല്ല, അതിനേക്കാൾ ഗൗരവമായി ഒരു രാജ്യത്തിന്റെ തന്നെ മതനിരപേക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ഗൗരവമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അത് സ്വാഭാവികമായി ഞാനങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാം ഓരോ പത്രമാധ്യമങ്ങളുടെയും വായനക്കാർക്ക് കുളിര് കോരാനുള്ള വാർത്തകളുടെയും ഒക്കെ പ്രത്യേകതകൾ അനുസരിച്ചിരിക്കും. ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിയെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ആ ഒറ്റവാക്കിലൊരു വരിയിലോ വായിച്ചെടുക്കേണ്ടതല്ല. അത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലതുപോലെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുതലത്തിലേക്ക് ഞങ്ങൾ വന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ആ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, അതേ തുടർന്നുണ്ടായിട്ടുള്ള വാഗ്വാദം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം നമ്മൾ ശരിയായൊരു വഴിയിലേക്ക് വരുമ്പോൾ നടത്തുന്ന പരസ്പര അഭിപ്രായ പ്രകടനങ്ങളാണ്. അതിനെ പർവ്വതീകരിച്ചും അതെന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ പൊട്ടിത്തെറിയിലേക്ക് കടക്കുമെന്നും ആശിച്ചവരും പ്രതീക്ഷിച്ചവരും കാത്തിരുന്നവരും ഒക്കെയുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായും ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾക്കകത്തും പുറത്തും പറയേണ്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെയും ബാധിക്കില്ല, ബാധിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ മറ്റു പലതുമാണ്. അത് പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നതാണ്. ഏറ്റവും ശരിയായ വിധത്തിൽ ഏറ്റവും താഴത്തെ ഘടകത്തിൽ ഉൾപ്പെടെ അതിൻ്റെ വിശകലനം നടത്തി ഞങ്ങൾക്ക് പറ്റിയ കുറവുകളുണ്ടോ എന്ന ആത്മപരിശോധന ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് തിരുത്തി തന്നെയായിരിക്കും പോകും. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം മന്ത്രിമാർ പോലും പരസ്പരം വിമർശിക്കുന്നത് കണ്ടു. വി ശിവൻകുട്ടിയും GR അനിലും പരസ്പരം വിമർശിക്കുന്നത് കണ്ടു. വി ശിവൻകുട്ടി CPI ഓഫീസിൽ MN സ്മാരകത്തിൽ എത്തിയതിനെ ഒരു പൊടിക്ക് പരിഹാസത്തിൽ പറയുന്നത് കണ്ടു. ഇതിനൊക്കെ ശേഷം അണികൾ തമ്മിൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ കൊമ്പ് കോർക്കുമല്ലോ. അങ്ങനെ ഒരു വിശ്വാസ തകർച്ച കുറച്ചു കാലത്തേക്കെങ്കിലും CPIMൻ്റെയും CPIയുടെയും അണികൾക്കും വോട്ടർമാർക്കും ഒക്കെ സംഭവിച്ചത് അതൊരു മോശമായ സംഗതിയായി മാറിയില്ലേ? ഞാൻ പറഞ്ഞത് ആ വിധത്തിൽ രാഷ്ട്രീയത്തെ ബാധിക്കാവുന്ന വിധത്തിലുള്ളൊരു മോശം ഒരു അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് തന്നെ ശിവൻകുട്ടി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ആ വിധത്തിലെ ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് GR അനിൽ മറുപടി പറഞ്ഞു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. ഇത് പിറ്റേ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടല്ലോ. വളരെ ആത്മസുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും. ഒരു ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ കാര്യങ്ങൾ നടത്തിപ്പിക്കുന്നതിൽ ഏറ്റവും ആത്മബന്ധത്തോടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള മന്ത്രിമാരിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെയും ബന്ധത്തോടെയും ആശയവിനിമയത്തോടെയും മുന്നോട്ട് പോകുന്നവരാണ് അവർ ഉണ്ടായ ചിലതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നുള്ളത് അവർ തന്നെ അല്ല വളരെ പരസ്യമായി തന്നെ തിരിച്ച് GR അനിലും പറഞ്ഞല്ലോ. ആ വിധത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല, ആ വിധത്തിൽ ആലോചിക്കുന്നുമില്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കാര്യങ്ങൾ എന്ന് അവർ പരസ്പരം ബോധ്യപ്പെടുകയും നല്ലതുപോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടുപേരും തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ
ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട്. AIYFനെ നയിച്ചിട്ടുള്ള ആളാണ് ശ്രീ കെ രാജൻ. ഈ സർക്കാർ ഉള്ളപ്പോൾ, ഈ സർക്കാരിലെ ഒരു വകുപ്പിനെതിരെയാണെങ്കിലും AIYF തെരുവിലിറങ്ങുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ അതിപ്പോൾ ഒരു വകുപ്പിനെതിരെ എന്നുള്ളതല്ലല്ലോ, ഒരു സർക്കാരിനെതിരെ തന്നെയുള്ള സമരമായി വന്നില്ലേ? AIVF AISF ഞങ്ങൾ നയിച്ചവരാണ്. ആ നയിച്ച കാലത്ത് ഞങ്ങൾ തന്നെ വളരെ വൃത്തിയോടുകൂടി ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം തന്നെയായിരിക്കണം AIVFന് എപ്പോഴും ഉണ്ടാവുക എന്ന് നിർബന്ധം പിടിക്കാനാകില്ല. AIVF ഒരു പോഷക സംഘടനയല്ല. AIVF അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ശരിയുടെ പക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുന്നു എന്നല്ലാതെ ഭരണത്തിന് ഏതെങ്കിലും വിധത്തിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല AIVF. AIVFൻ്റെ അഭിപ്രായം പറയും. ഞങ്ങൾ ഭരണം നടത്തേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കോയിലേഷൻ ഗവൺമെൻറ്റിനകത്തെ സാധ്യതകൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താവുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. AIVF സമരം നടത്തിയത് അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിലാണ്, അത് ഗവൺമെൻറ്റിനെതിരെ ആകെയല്ല. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള, അല്ലെങ്കിൽ പാർട്ടിയും മന്ത്രിമാരും തമ്മിലുള്ള ബന്ധം 100% നല്ലതാണോ, പക്കയാണോ, അതോ അസ്വാരസ്യങ്ങളോ? ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ മന്ത്രിമാരും തമ്മിലാണ്. അതെ, ഉറപ്പായിട്ടും വളരെ അടുത്ത. ഞങ്ങളുടെ പാർട്ടിയുടെ 4 മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചപ്പോൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാണെന്നുള്ളത് കൊണ്ട് പാർട്ടിയും മന്ത്രിമാരും തമ്മിൽ എന്തഭിപ്രായ വ്യത്യാസം? പാർട്ടിക്ക് ഒരു ഘടകത്തിനകത്ത് ഗവൺമെൻറ്റിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടത്തും. ഞങ്ങളങ്ങനെയാണല്ലോ. നമ്മളേതെങ്കിലും വിധത്തിൽ താഴത്തുള്ള അഭിപ്രായങ്ങളെ അവസാനിപ്പിച്ച് ഒരാൾ പറയുന്ന അഭിപ്രായം എന്ന വിധത്തിലല്ല. ഞങ്ങളൊരു ഘടകത്തിൽ ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്യും, ഏറ്റവും ശരിയായ തീരുമാനമെടുത്തു. എടുത്താൽ എതിരഭിപ്രായമുള്ളവനും എതിരഭിപ്രായമില്ലാത്തവനും ഒക്കെ ഒറ്റ അഭിപ്രായമാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട് LDFനെ സംബന്ധിച്ച്. ഇനി സ്ഥാനാർത്ഥി നിർണയമാണ് നടക്കാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ സുഗമമായി LDFൽ നടന്നു കഴിഞ്ഞു. CPI അതിൽ 100% ഹാപ്പിയാണോ? പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തർക്കവുമില്ലാതെ അതിൻ്റെ സീറ്റ് വിഭജനങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ചെറിയ ഇനി 1, 2, 3 സീറ്റുകളിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെയുള്ള ചെറിയ സാങ്കേതികമായിട്ടുള്ള ചില ചർച്ചകളുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ഓൾമോസ്റ്റ് 140 സീറ്റുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയായി. ഞങ്ങളുടെ എല്ലാം പാർട്ടി ഘടകങ്ങൾ ഓരോ പാർട്ടിയുടെയും ശീലങ്ങൾക്കനുസരിച്ച് കൂടുകയാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും പൂർണ്ണമായി സജ്ജമായി. 3 ടൈം നിബന്ധന മത്സരിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ മന്ത്രിമാർക്ക് 1 ടൈം എന്നുള്ളത് വളരെ കർശനമായി നടപ്പാക്കുന്ന പാർട്ടിയാണ് CPI. കാലങ്ങളായി അത് പാലിച്ചു വരുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല, അങ്ങനെ തന്നെയാണോ? അല്ല, അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ ടേമും അതിൽ കൊടുക്കേണ്ട എക്സംഷനും ഒക്കെ നേരത്തെ തന്നെ പാർട്ടി കമ്മിറ്റികൾ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും ഇപ്പോൾ എടുത്തിട്ടില്ല. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. അതിലൊന്നും വ്യക്തി പ്രാധാന്യമുള്ളതല്ല, വ്യക്തി പ്രാധാന്യമേ ഉള്ളതല്ല. പാർട്ടിയാണ് ഇതിനകത്തെ തീരുമാനം എടുക്കുക. ആത്മവിശ്വാസത്തോടെ ഒല്ലൂരിൽ വീണ്ടും ഇറങ്ങുകയാണ്. അത് തീരുമാനിച്ചിട്ടില്ല, അത് പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, എല്ലാ മന്ത്രിമാരും മത്സരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാഭാവികതയില്ല. അത് ഞങ്ങളുടെ പാർട്ടി ടൈം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി താഴത്ത് തീരുമാനിച്ച് ടേമല്ലല്ലോ പ്രശ്നം. നമ്മളിപ്പോൾ ഓരോരുത്തരെയും ഓരോ പണിക്കല്ലേ ചുമതലപ്പെടുത്തുക. ചില ആളുകളെ പാർലമെൻറ്റിലേക്ക് അയക്കും, ചില ആളുകളെ നിയമസഭയിലേക്ക് അയക്കും. പാർലമെൻ്ററി പ്രവർത്തനത്തിനപ്പുറത്ത് പൂർണ്ണ സമയം പാർട്ടി പ്രവർത്തകരായി നിൽക്കുന്ന ധാരാളമായ ആളുകളുണ്ട്. എന്തായാലും 8-ാം തീയതി ഞങ്ങളുടെ പാർട്ടി അക്കാര്യങ്ങളിലൊരു തീരുമാനമെടുക്കും. ആ തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങൾ 10-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവും. അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നു എന്നതുകൂടി കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് പൊതുവായിട്ട് ആലോചിച്ചിട്ടുള്ളത്. ആ വിധത്തിൽ തന്നെയാണ് അങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.